കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ച പരിമിതിയുള്ള ചെസ് താരങ്ങൾ തൃശൂരിലേക്ക് എത്തി. അന്താരാഷ്ട്ര റേറ്റിംഗ് ഉള്ളവരായിരുന്നു കൂടുതൽ പേരും. അതേ റേറ്റിംഗ് ഉള്ള കാഴ്ചയുള്ളവരാണ് അവരോട് മത്സരിച്ചത്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോരാട്ടം. കാഴ്ച പരിമിതി ചെസ്സിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചു കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന സംഘം. മറ്റ് കായിക ഇനങ്ങളെ പോലെ കാഴ്ചയില്ലാത്തവർക്ക് കളിയുടെ നിയമത്തിൽ ഒരു ഇളവും ഇല്ല ഇവിടെ. കാഴ്ചയുള്ളവരുമായിട്ട് കാഴ്ചയില്ലാത്തവർക്ക് കളിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമുകളിൽ ഒന്ന്, ഇൻറ്റിഗ്രേഷനെ സഹായിക്കുന്ന, കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ സൈറ്റഡ് വേൾഡ് വൈഡ് ഇൻറ്റിഗ്രേഷനെ സഹായിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്നാണ് ഈ ചെസ്സ്. നീക്കങ്ങൾ എല്ലാം ഒരേ നീക്കങ്ങളാണ് വരുന്നത്. മറ്റേ ആൾ പറയുന്നു, അപ്പോൾ നമ്മൾ തിരിച്ച് കളിക്കുന്നു. കാഴ്ചയുള്ളവരോട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചെസ്സിൽ കാഴ്ച പരിമിതിയുള്ളവരോട് കളിക്കുമ്പോൾ. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾക്കാഴ്ച ഒന്നും കൂടിയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല, ഇവർ കണ്ണ് കാണാണ്ട് കളിക്കണ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഡെപ്തിൽ ആലോചിച്ചുകൊണ്ടുള്ള ഒരു കളിയാണ്. അത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ് അത് തുറക്കുന്നത്. അവർ ഫുൾ കോൺസെൻട്രേഷനോട് കൂടിയിട്ടാണ് എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. നല്ല ടഫ് തന്നെയാണ്. ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും റേറ്റഡ് പ്ലെയേഴ്സ്, സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ്. അന്തർദേശീയ ചെസ് ദിനത്തിന്റെ ഭാഗമായാണ് ചെസ് തൃശൂരും സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും കേരള ചെസ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ്സും ചേർന്ന് ഈ അപൂർവ മത്സരം സംഘടിപ്പിച്ചത്. വിഷ്വലി ചാലഞ്ചറായിട്ടുള്ള കളിക്കാർ എല്ലാ കളികളിലും ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ആ കളികളിലൊക്കെ കളിയുടെ നിയമങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ലഘൂകരിക്കുകയാണ്, ഭേദഗതി ചെയ്യപ്പെടുകയാണ്. പക്ഷെ കണ്ണ് കാണുന്ന ആൾക്കാരും കാഴ്ചശക്തി ഇല്ലാത്തവരും ഒരേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ലോകത്തൊരു കളിയിൽ മാത്രമേ ഏർപ്പെടുന്നുള്ളൂ. അത് ചെസ്സാണ്. അത് അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയും അവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കാഴ്ചശക്തിയുള്ളവർക്കൊപ്പം അവർക്ക് ജീവിതത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് കരുനീക്കങ്ങളിൽ കൂടെ ലോകത്തോട് പറയാൻ പറ്റുന്ന ഒരു കളിയാണ്. പതിനഞ്ച് മത്സരങ്ങളാണ് നടന്നത്. 3 മണിക്കൂറോളം നീണ്ട ചെസ് പോരാട്ടത്തിനൊടുവിൽ കാഴ്ച പരിമിതിയുള്ള ചെസ് താരങ്ങൾ കാഴ്ചശക്തിയുള്ളവരെ സമനിലയിൽ തളച്ചു. അകക്കണ്ണിന്റെ കാഴ്ചയിൽ നടത്തിയ ഓരോ നീക്കങ്ങളും ഇവിടെ ചടുലമായിരുന്നു. തൃശൂരിൽ വീറും വാശിയും നിറഞ്ഞതായിരുന്നു പോരാട്ടം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. തത്സമയം ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു കണ്ണിന് കാഴ്ചയുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, നമ്മൾ കാഴ്ചയുള്ളവർക്കൊരു പ്രശ്നമുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മളെ ശ്രദ്ധ മാറ്റാൻ സഹായിക്കും, നമ്മുടെ ശ്രദ്ധ പോവും. പക്ഷേ ഈ കാഴ്ച പരിമിതിയുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഒരു കാഴ്ചകളും അവരെ ശല്യപ്പെടുത്തുന്നില്ല, ഒരു നിറങ്ങളും അവരെ ശല്യപ്പെടുത്തുന്നില്ല. ഒപ്പം ഈ ഉൾക്കണ്ണിന്റെ കാഴ്ചയിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന് കളിക്കാനും പറ്റും, അല്ലേ? തീർച്ചയായും. അതായത് ശരിക്കും അമ്പരന്ന് പോകും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ. കാരണം കാഴ്ചയില്ലാത്തവരുമായി കാഴ്ചയുള്ളവർ ചെസ്സിൽ ഏറ്റുമുട്ടുമ്പോൾ ആകെ ഇവർക്കായി നൽകുന്ന ഒരു ഇളവ് എന്ന് പറയുന്നത് ചെസ് ബോർഡിൽ തൊട്ടു നോക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ ഒരു കളിക്ക് ഭേദഗതിയായി വരുത്തിയിട്ടുള്ളത്. കൂടാതെ ഓരോ നീക്കങ്ങൾ, ഏത് നീക്കമാണ് എതിരാളി ഈ കാഴ്ചയുള്ള വ്യക്തി നടത്തിയത് എന്ന് ഒന്ന് പറയുകയും ചെയ്യും. ഏത് നീക്കം എന്ന് പറയുമ്പോൾ ഏത് കളത്തിലേക്കാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ പറയൂ. അത്തരത്തിലുള്ളൊരു ലഘൂകരണം മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ. മറ്റ് എല്ലാം തന്നെ, ഇപ്പോൾ ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും എല്ലാവർക്കും ഇളവുകളുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇളവുകളുമില്ല. പക്ഷേ ഈ കാഴ്ചയുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അവർക്ക് ഏറ്റവും ടഫാണ് ഇവരുമായി ഏറ്റുമുട്ടുമ്പോൾ. കാരണം ഇവർ ഈ കാഴ്ച പരിമിതിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കളി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെസ് ബോർഡിൽ മാത്രമാണ്, അതിൽ ഓരോ നീക്കങ്ങളുമാണ് അവരുടെ മനസ്സിലുള്ളത്, അവരുടെ കാഴ്ചയിലുള്ളത്. അതുകൊണ്ട് തന്നെ കാഴ്ചയുള്ളവർക്ക് അത് വലിയ ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. പിന്നെ ഈ കളി എന്ന് പറയുന്നത് എല്ലാവരും നാഷണൽ ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഉള്ള താരങ്ങളായിരുന്നു. അതായത് അത് കാഴ്ച പരിമിതി ഉള്ളവരായിക്കോട്ടെ കാഴ്ചയുള്ളവരായിക്കോട്ടെ, കാഴ്ച പരിമിതിയുള്ള നാഷണൽ റേറ്റിംഗ് ഉള്ള ഒരു താരത്തിനോട് ഏറ്റുമുട്ടുന്നത് കാഴ്ചയുള്ള കൃത്യമായ എല്ലാ രീതിക്കും കാഴ്ചപരിമിതി ഇല്ലാത്ത ഒരു നാഷണൽ റേറ്റിംഗോ ഇൻ്റർനാഷണൽ റേറ്റിംഗോ ഉള്ള താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യാതൊരു വിധത്തിലൊരു വിട്ടുവീഴ്ചയും ഈ കോമ്പറ്റീഷനിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കൂടാതെ ഈ പോരാട്ടം സമനിലയിലായി എന്നുള്ളതാണ്. 15 കളികളാണ് ആകെ നടന്നത്. അങ്ങനെ പരിമിതികളെല്ലാം മറന്നുകൊണ്ട് ഈ സിംഹങ്ങളൊക്കെ പോരാടി തുല്യ
നിലയിൽ ആ കളി അവസാനിച്ചു എന്നുള്ളതാണ്